നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അച്ഛാ, അച്ഛാ, അച്ഛനെവിടെ? അല്ല, നിങ്ങളൊന്നും റെഡിയായില്ലേ? അതെ, റെഡിയായിക്കൊണ്ടിരിക്കുക വല്യേട്ടാ. അച്ഛനെവിടെ? അച്ഛനും അച്ഛമ്മയും കൂടി ചെറിയച്ഛനെ വിളിക്കാൻ പോയിരിക്കുക. കൊറേ നേരം ആയില്ലേ? ആ, കുറച്ചു നേരമായി. നേരം പോകുന്നു. ഇതുകൊണ്ട് അലവലാദികളൊന്നും വിളിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞത് കേക്കണ്ടേ? ഞാനൊന്ന് പോയി നോക്കട്ടെ. വല്യേട്ട, വഴക്കും ബഹളൊന്നും ഉണ്ടാക്കല്ലേ വല്യേട്ട. ഇല്ല, ചെന്ന് പറയട്ടെ നേരായെന്ന്. നിങ്ങൾ പോയി പെട്ടെന്ന് റെഡിയാവും. എവിടെ പോയി കിടക്കുന്നു? ഒരു നല്ല കാര്യം പറയാൻ വേണ്ടിയാ ഞങ്ങൾ വന്നത്. ഓഹോ, നല്ല കാര്യോ? അപ്പൊ ഇത്രയും നാളും പറഞ്ഞൊക്കെ ചീത്ത കാര്യമാണെന്ന് നിങ്ങൾക്ക് തന്നെ ശരിക്കും ബോധ്യമുണ്ടല്ലേ? മനീഷ, മുതിർന്നവർ സംസാരിക്കുമ്പോ ഇടപെടില്ലേന്ന് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു. മുതിർന്നവർ എന്ത് ദ്രോഹം ചെയ്താലും അതിനെതിരെ പ്രതികരിക്കാതെ മിണ്ടാതെ നിൽക്കുന്ന കുട്ടികളുടെ കാലം കഴിഞ്ഞു ശോഭേ. അത് നീ ഒന്ന് മനസ്സിലാക്ക്. രാജേട്ടന് ഇങ്ങനെ പറയാൻ തുടങ്ങിയാലോ? പിന്നെ എങ്ങനെ പറയണം? എന്റെ വയറ്റിൽ വന്ന് പിറന്ന നീയും ഇങ്ങനെ തന്നെ പറയണം. എന്റെ സുഹൃതക്ഷയം അല്ലാതെന്ത്? നിങ്ങളുടെ വയറ്റിൽ വന്ന് പിറന്നത് എന്റെ സുഹൃതക്ഷയം, അതാ സത്യം. പറയാനുള്ളത് പറഞ്ഞിട്ട് ഞങ്ങളങ്ങ് പൊയ്ക്കോളാം. പറയേണ്ടതൊരു മര്യാദയാണെന്ന് തോന്നി, അതുകൊണ്ട് വന്നതാ. എന്റെ പേരിൽ കേസ് കൊടുത്തപ്പോ ഈ മര്യാദയൊന്നും കണ്ടില്ലല്ലോ. അതിലൊന്നും ഞങ്ങൾക്ക് ഒരു പങ്കുമില്ല രാജ. ഞാൻ പറയുന്നത് കേക്ക്. ഞങ്ങളിവിടെ വിരുന്നിന് വന്ന ഒന്നുമല്ല. ഈ ഒരു കാര്യം പറയേണ്ടത് ഞങ്ങളുടെ കടമയാണെന്ന് തോന്നി, അതുകൊണ്ട് വന്നതാ. ഹരികൃഷ്ണൻ ഒരു കല്യാണാലോചന ഇന്ന് പെണ്ണ് കാണാൻ പോകാന്നാണ് കരുതുന്നത്. നിങ്ങളും കൂടെ ഉണ്ടാവണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഉണ്ടാവില്ല, ഇവിടുന്ന് ആരും ഉണ്ടാവില്ല. നല്ല കാര്യായാലും ചീത്ത കാര്യായാലും ഇവിടുത്തെ ഒരു വളർത്തു പട്ടി പോലും അങ്ങോട്ട് തിരിഞ്ഞു നോക്കില്ല. ഈ ഒരു കാര്യം പറഞ്ഞ് എന്റെ ഈ അനിയനുമായിട്ട് വീണ്ടും അടുക്കാന്നാ നിങ്ങളുടെ വിചാരമെങ്കിൽ അതൊക്കെ നിങ്ങളുടെ മനസ്സിന്റെ ഏതെങ്കിലും കരിഞ്ഞ മൂലയിൽ വെച്ചേക്ക്. നാത്തൂനെ, എരി തീയിൽ എണ്ണ ഒഴിക്കരുത്. ഇവരുമായിട്ടുള്ള കൂട്ടുകെട്ട് എന്ന് നീ അവസാനിപ്പിക്കുന്നോ അന്നേ നീ നന്നാവും. നിങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട ഹരികൃഷ്ണനെ വിവാഹം കഴിച്ചാലും കൊള്ളാം, കഴിച്ചില്ലെങ്കിലും കൊള്ളാം. ഇവിടെ ഇതൊന്നും ആർക്കും ഒരു താല്പര്യമില്ല. അയാൾ എവിടെയെങ്കിലും പോയി തൂങ്ങിച്ചത്താലും ഇവിടെ ആർക്കും ഒരു ചുക്കും ഇല്ല. അച്ഛാ, മോനെ, ഹരി വിളിക്കുന്നു. അച്ഛമ്മേ, നീ ഒന്ന് അകത്തു വന്ന് പറ. ഞാനെങ്ങും വരുന്നില്ല. നിങ്ങളാരും ഇവരെ കാണാൻ ഇങ്ങോട്ട് വരേണ്ടത് ഞാൻ പറഞ്ഞ ഇതൊക്കെ കൊണ്ടാ. കിട്ടിയല്ലോ വയറ് നിറച്ച്. ഒന്ന് വന്നിട്ട് പോ മോനെ. നമുക്ക് നമ്മുടെ മര്യാദ കാണിക്കാം, നമ്മുടെ കടമ ചെയ്യാം. ബാക്കിയൊക്കെ അവരുടെ ഇഷ്ടം പോലെ ചെയ്യട്ടെ. അച്ഛാ, ഞാൻ എന്തിനു വരണം? ഞാൻ പോയി തൂങ്ങിച്ചാത്താൽ ഒരു പ്രശ്നമില്ലെന്ന് പറഞ്ഞവരുടെ മുന്നിൽ ചെന്ന് പെണ്ണ് കാണാൻ വരുമോന്ന് ചോദിക്കാൻ എനിക്കെന്താ ഭ്രാന്തുണ്ടോ? നീ ഒന്ന് വാ മോനെ, വന്ന് അവരോട് ഒരു വാക്ക് പറഞ്ഞിട്ട് പോ. അത് കഴിഞ്ഞ് അവരുടെ താല്പര്യം പോലെ ചെയ്യട്ടെ. അവരൊക്കെ കൂടി എന്നെ അപമാനിക്കുന്ന അച്ഛനെ കാണണമല്ലേ? ഒരു തവണ നീ അച്ഛന്റെ അപേക്ഷ കേക്ക്. ശരി, അച്ഛനു വേണ്ടി ഈ ഒരു തവണ ഞാൻ അപമാനം സഹിക്കാം. വാ.
ദേ നിങ്ങളെയൊക്കെ വിളിക്കാൻ എൻ്റെ മകൻ നേരിട്ട് വന്നിരിക്കുന്നു. മാഡം ഇല്ലേ? അകത്തുണ്ട്. അപ്പുറത്തെ വീട്ടിലെ സാറും അമ്മയും മോനും വന്നിട്ടുണ്ട്. അതിന്റെ ബഹളത്തിലെ എല്ലാരും. ശരി, ഞാൻ പിന്നെ വന്ന് കണ്ടോളാം. മാട്രിമോണിക്കാര് എനിക്ക് വേണ്ടി ഒരു പെണ്ണ് കാണൽ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഇന്ന് 11:00 ചെല്ലാന്നാ പറഞ്ഞത്. നിങ്ങളും വരണം. ഇതിപ്പോ ഹരികൃഷ്ണൻ നേരിട്ട് വന്ന് വിളിച്ച സ്ഥിതിക്ക് നമ്മൾ പോണം രാജേട്ടാ. നേരിട്ട് വന്ന് വിളിച്ചോണ്ട് പോണൊന്നുണ്ടോ? അയാൾ ആരാ? നമ്മുടെയൊക്കെ സംരക്ഷകനോ? അതല്ലെങ്കിൽ നാട്ടിലെ പ്രമുഖനോ? അതും അല്ലെങ്കിൽ സാക്ഷാൽ ദൈവോ? എൻ്റെ അനുജന്റെ മുമ്പിൽ ഇപ്പൊ ഒരു അപേക്ഷയായിട്ട് നിൽക്കുകയാണ്. മറുത്തൊന്നും പറയില്ലേ രാജ. മതി, പൊയ്ക്കോളൂന്ന് എത്ര പ്രാവശ്യം പറയണം? അതോ ഇനി സിനിമകളിൽ പറയുന്ന പോലെ ഗെറ്റ് ഔട്ട് എന്ന് പറയണോ? നിക്ക്. ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ. മോളെ, ചേച്ചിയും പോ. ആ ചെറുക്കന്റെ പെണ്ണ് കാണലിന് നമുക്ക് പോയാലോ മോളെ? അത് ശരി. ആ വല്യച്ഛന്റെ കരച്ചില് കണ്ട് ഡാഡി അങ്ങ് മയങ്ങിയോ? ഇങ്ങനെ പതിവില്ലല്ലോ. നിന്നെ നാട്ടുകാരുടെ മുമ്പിലൊക്കെ അപമാനിച്ച് നടക്കുന്ന അവന്റെ പെണ്ണ് കാണലിന് നമ്മൾ പോണോ? നടു റോഡിൽ വെച്ച് നമ്മുടെ കാറിൽ കല്ലെറിഞ്ഞ ആ ഇഡിയറ്റിന്റെ പെണ്ണ് കാണലിന് നമ്മളെന്തിനു പോണം? ഷേ, എന്താ ഡാഡിക്ക് പറ്റിയത്? ഇതൊരു ഗോൾഡൻ ചാൻസാ മോളെ. എന്നെ അപമാനിച്ചവനെ അപമാനിക്കാൻ കിട്ടുന്ന ഒരു ഗോൾഡൻ ചാൻസ്. പെണ്ണ് വീട്ടുകാരുടെ മുന്നിലെ നാണം കെട്ട് തലകുനിച്ച് നിൽക്കണം അവൻ. ഇനി ഒരിക്കലും ഒരു കല്യാണം എന്നുള്ള ചിന്ത അവനുണ്ടാവരുത്. കല്യാണത്തിന് ഇനി ഒരിക്കലും ഒരുങ്ങി പുറപ്പെടാൻ തോന്നരുത്. ഹോ, ഫാന്റാസ്റ്റിക് ഐഡിയ. എന്റെ ഡാഡി ഈ കൂർമ്മ ബുദ്ധിയിലെ ഇത്തരം ഐഡിയാസ് മുളയ്ക്കും. ഏറ്റു, ഞാൻ ഏറ്റു ഡാഡി. പെണ്ണ് കാണല് കലക്കുന്ന കാര്യം ഞാൻ ഏറ്റു. അതെങ്ങനെ ചെയ്യണോന്ന് നേരത്തെ തന്നെ ഒരു പ്ലാൻ ഉണ്ടാക്കണം കേട്ടോ മനീഷ മോളെ. അതൊക്കെ നമുക്ക് പോണ വഴി ആലോചിക്കാന്നേ. ആദ്യം അങ്ങോട്ട് ചെന്ന് അവരോട് പറയാം നമ്മൾ വരാൻ റെഡിയാണെന്ന്. യെസ്, പോവാൻ ഡാഡി. എന്റെ ബുദ്ധിയിൽ ചിലതൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട്. അതെനിക്ക് ഉറപ്പാ മോളെ. വാ.